ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കള്ളിക്കാട്ട് നിന്നും വെട്ടത്തുകടവിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിയോജനം രേഖപ്പെടുത്തിയ ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കള്ളിക്കാട്ട് നിന്നും വെട്ടത്തുകടവിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിയോജനം രേഖപ്പെടുത്തിയ ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. അതൃപ്തിയും ആ തീരുമാനത്തോട് പൂർണ്ണമായി ഞങ്ങൾ വിയോജിക്കുകയുമാണ്. അടിസ്ഥാന സൗകര്യ വികസനം ആവശ്യപ്പെട്ടപ്പോൾ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും ഭരണഘടനയുടെ അനുമതിയോടെയും തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോട് ഘടക സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നൈപുണ്യ വികസനത്തിനുള്ള പുതിയ പദ്ധതികൾക്കും വേണ്ടിയാണ് ഈ കെട്ടിടം ഉപയോഗിക്കുന്നതെന്നും പഞ്ചായത്ത് ഓഫീസ് ഇവിടെ തന്നെ നിലനിർത്തുമെന്ന് ഭരണസമിതി അംഗങ്ങളോട് ഉറപ്പ് നൽകുകയും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളെ സാമുദായിക പരമായ ആൾക്കാരോടും പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിക്കൊണ്ട് കടുത്ത വിശ്വാസവഞ്ചനയാണ് ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതി ആറാട്ടുപുഴ ജനതയോട് കാണിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ യാതൊരുവിധ ഭരണ മികവും നേടാൻ കഴിയാതെ എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആറാട്ടുപുഴ പഞ്ചായത്ത് ഭരണം ലഭിക്കുന്നു അന്നൊക്കെ പൊതുജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ദൂർത്തടിച്ചുകൊണ്ട് കെടുകാര്യസ്ഥതയുടെ 5 വർഷങ്ങൾ പൂർത്തീകരിച്ച് പടിയിറങ്ങിപ്പോകുന്ന പ്രവണത പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയും ആവർത്തിച്ചിരിക്കുന്നു. ഇത് ആറാട്ടുപുഴയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദീർഘകാലത്തെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് തീരാത്ത കളങ്കമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പഞ്ചായത്ത് ഓഫീസിന് സമീപം അനുയോജ്യമായ ഭൂമി കണ്ടെത്തി പുതിയ കെട്ടിടം പണിയുവാനുള്ള പണം 2015-25 കാലയളവിലെ ശ്രീമതി അജിതയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കണ്ടെത്തി ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളതായിരുന്നു. ആ പണം വിനിയോഗിച്ച് ഒരു പുതിയ ഓഫീസ് കെട്ടിടമോ സ്ഥലമോ കള്ളിക്കാട്ട് പഞ്ചായത്ത് ഓഫീസിന് സമീപം കണ്ടെത്തുവാൻ കഴിയാത്തത് തന്നെ പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയെ വിലയിരുത്തണമെന്നും 2025 ഡിസംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ആറാട്ടുപുഴയ്ക്ക് എന്നും ഘാതകന്മാരായിട്ട് കടന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികളെ ആറാട്ടുപുഴയിലെ ജനങ്ങളെ തിരസ്കരിക്കണമെന്നുമാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിക്ക് പറയുവാനുള്ളത്. ഇത് സംബന്ധിച്ച് സമര പരിപാടികൾ കൂടി പാർട്ടി പ്രഖ്യാപിക്കും എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇടത് സഹയാത്രികനായ ബിനാമി കരാറുകാരന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനായി പഞ്ചായത്ത് ഭരണസമിതിയും CPM-ഉം കണ്ടെത്തിയ ഉപാധിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് വിഹിതം ഉപയോഗിച്ച് 10 വർഷത്തിലധികം പഴക്കമുള്ള ഗാർഹിക കെട്ടിടവും കടമുറികളും വാങ്ങിയതെന്ന് അംഗങ്ങൾ ആക്ഷേപിച്ചു. പാർലമെന്ററി പാർട്ടി നേതാവ് TP അനിൽകുമാർ, അംഗങ്ങളായ ബിനു പൊന്നൻ, ഹിമ ഫാസി, പ്രസീത സുധീർ, ജയപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, ആറാട്ടുപുഴ.